ഹൈ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വീഡിയോ വ്ളോഗ്. അപ്പം നമ്മളിന്ന് 2023 മെഡക്സ് കാണാൻ വന്നിരിക്കുകയാണ്. കോട്ടയത്ത് നടക്കുന്നത് 8 വർഷത്തിന് ശേഷമാണ് കോട്ടയത്ത് മെഡക്സിൻ്റെ പ്രദർശനം ഉള്ളത്. മെഡിക്കൽ കോളേജിലെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും സ്റ്റാളുകൾ ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് pediatrics in the store. ഓക്കെ. ഇത് ആക്സസ് ആണ്. ഡിസ്പ്ലേ കാലോറി കുറവുണ്ടായതുകൊണ്ട് കാലോറി ഡെഫിഷ്യൻസി ആകുമ്പോൾ ഭയങ്കര ശോഷിച്ചിരിക്കും, തടിയൊക്കെ മെലിഞ്ഞ് ഭയങ്കര ശോഷിച്ചിരിക്കും കാലോറി ഡെഫിഷ്യൻസി. പക്ഷേ ഇവിടെ പ്രോട്ടീൻ്റെ കുറവ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് കുട്ടിയെ കാണുമ്പോൾ പുറമേ നിന്ന് കാണുമ്പോൾ നമുക്ക് ഇങ്ങനെ അസുഖം ഉള്ളതുപോലെ നമുക്ക് തോന്നുന്നില്ല. എക്സ്റേസ് ആണ്, ഇൻഫൻറ്റ് എക്സ്റേസ് ആണ് ഇത് രണ്ടും. ഇതിൽ നമുക്ക് നോർമൽ എക്സ്റേ ആണ് വരുന്നത്. സാധാരണ ഹെൽത്തി ആയിട്ടുള്ള കുട്ടിയിൽ കാണുന്ന എക്സ്റേ ആണ്. ഇവിടെ ഇത് രണ്ടും ന്യൂമോതോറാക്സ് എന്ന് പറയുന്നൊരു ഡിസീസിൻ്റെ എക്സ്റേ ആണ് ഇത് രണ്ടും. അതിന് സംഭവിക്കുന്നത് വെച്ചാൽ നമ്മുടെ ലങ്സ് ഉണ്ട്, ശ്വാസോച്ഛ്വാസമാണ്, എന്തെങ്കിലും പങ്ക്ചർ കൊണ്ട് എന്തെങ്കിലും കുത്തിക്കയറി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു വൂണ്ട് ഉണ്ടാകുമ്പം അതിലൂടെ നമ്മൾ ലങ്സിൽ എയർ പുറത്തേക്ക് വരും. അങ്ങനെ എയർ പുറത്തേക്ക് വരുന്നതുകൊണ്ടാണ് നമുക്ക് ഇവിടെ നല്ല കറുപ്പായിട്ട് കാണാം, പക്ഷേ ഇവിടെ കുറച്ച് വൈറ്റ് ഷെയ്ഡ് ഉണ്ട്. അതിൻ്റെ റീസൺ അതാണ്, ആ എയർ അവിടെ മൊത്തം ചെസ്റ്റ് ക്യാവിറ്റിയിൽ ഫില്ല് ചെയ്യും. അതാണ് ന്യൂമോതോറാക്സ്. ഇത് ഇനീഷ്യൽ സ്റ്റേജാണ്. ഇത് കുറച്ചൊരു പ്രോഗ്രസ്ഡ് ആയിട്ടുള്ള കണ്ടീഷനാണ്. ഇപ്പം ഭയങ്കര വേദനയൊക്കെ, മെയിൻ സിംപ്റ്റം അതാണ്. ശ്വസിക്കാനൊക്കെ പാട്, ഭയങ്കരമായിട്ട് വേദനയുണ്ട്. പിന്നെ ഇതും ഒരു നോർമൽ എക്സ്റേ ആണ്. ഇവിടെ ഇപ്പോൾ ഹാർട്ട് ചെറിയ സൈസാണ്, നോർമൽ സൈസാണ്. ഇവിടെ ഒരു ഹാർട്ട് ഭയങ്കര എൻലാർജ്ഡാണ്. അതിൻ്റെ റീസൺ എന്ന് വെച്ചാൽ ഹാർട്ട് മസിൽസിന് ജനിക്കുമ്പോൾ ജനനപരമായി ഹാർട്ട് മസിൽസിനുണ്ടാകുന്ന പ്രശ്നം കാരണമാണ് ഈ ഡിസീസ് ഉണ്ടാകുന്നത്. കാർഡിയോമെഗാലി എന്ന് പറയും. കാർഡിയോൻ്റെ മെഗാലി എന്ന് പറയുമ്പോൾ വലുതാണ്. കാർഡിയോമെഗാലിയാണ് ഈ കാർഡിയോമെഗാലിയുടെ എക്സ്റേ. ഇത് രണ്ടും ന്യൂമോണിയയുടെ എക്സ്റേ. ന്യൂമോണിയയിൽ ഇപ്പം ഈ ഭാഗത്ത് നോക്കിയാൽ ഇവിടെ വെള്ളയായിട്ട് കാണാൻ പറ്റും. അത് നമ്മുടെ ഫ്ലൂയിഡൊക്കെ ഫില്ലായി ന്യൂമോണിയ ഉണ്ടാകുന്നതുകൊണ്ടാണ്. ഇത് ഇനീഷ്യൽ സ്റ്റേജിലുള്ള എക്സ്റേ ആണ്. ഇത് കുറച്ചുകൂടെ പ്രോഗ്രസ്ഡ് ആയിട്ട് എക്സ്റേ ആണ്. അതാണ് നമുക്ക് വീസിംഗ് ഒക്കെ ഉണ്ട്. വീസിങ്ങിലൂടെയാണ് ഇത് തിരിച്ചറിയാൻ പറ്റുന്നത്. ഇത് ഇൻഫൻറ്റ് റേഡിയൻ മെഷീൻ, അതായത് പ്രിമച്വർ ഡെലിവറി നടക്കുക, മാസം തികയാതെ നമ്മൾ ഇൻക്യുബേറ്ററിൽ വെക്കുന്നു എന്ന് പറയില്ല, അതിനാണ് സംഭവം. ഫോട്ടോതെറാപ്പി മെഷീൻ എന്നാണ് ഇതിനെ പറയുക. അതായത് ഇതിൽ കൂടെ ലൈറ്റ് പാസ് ചെയ്ത് ആ ദേഹം മുഴുവൻ വരുന്ന യെല്ലോ കളറില്ലേ, ആ മഞ്ഞ കളർ കുറയ്ക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റ് ആണ്. ഇത് അമ്മയുടെ ബോഡിയിലുള്ള അതേ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ഇൻഫൻറ്റ് റേഡിയൻ മെഷീൻ എന്നാണ് പറയുന്നത്. NICUവിലാണ് നമ്മളിത് കാണുന്നത്. എന്തെങ്കിലുമൊക്കെ എടുത്ത് വീഴുക, എന്നിട്ട് തൊണ്ടയിൽ ചോക്കിംഗ് എന്നാണ് പറയുക. സോ അവർക്ക് ബ്രീതിങ് ഡിഫിക്കൽറ്റി ഉണ്ടാവും, കാരണം ആ ഒരു ഒബ്സ്ട്രക്ഷൻ വരുന്നുണ്ട്. അപ്പം പൊതുവെ ആ സയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരാണെങ്കിൽ കിടന്നുരുളുക, അതായത് കിടന്നുരുളുക, കരയില്ല, ചിലപ്പോൾ നല്ലപോലെ എക്സസൈവായിട്ട് കരയാം, കരച്ചിൽ കുറയാം, കണ്ണിൽ പുറത്തേക്ക് കരഞ്ഞു വരാം. ഇത് ആസ്മ, CPOD അങ്ങനത്തെ ഡിസീസിന് വേണ്ടിയുള്ള ഇൻഹേലർ ഉപയോഗിക്കേണ്ടത്. കുഞ്ഞുങ്ങൾക്ക് ഇത് കൊടുക്കുന്നുണ്ടോ? കുഞ്ഞുങ്ങൾ അത്ര ഇൻഫൻ്റ് ആയിട്ടല്ല, ഇച്ചിരി ഓരോ വയസ്സ് 2 വയസ്സാകുമ്പോൾ കൊടുക്കുമ്പോൾ മൗത്തിനകത്ത് വെച്ച് നല്ല ടൈറ്റായിട്ട് കൊടുക്കുമ്പോൾ ഇത് മൊത്തം നമ്മൾ എടുക്കണം. എന്നുവെച്ചാൽ ഫുള്ളും ഇപ്പോൾ ഒരു പഫ് ചെയ്യുമ്പോൾ അത് ഫുള്ളും എടുക്കണം. അപ്പോൾ അതുവരെ ബ്രത്ത് ഹോൾഡ് ചെയ്യാൻ പറ്റാത്തവർക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസാണ് സ്പേസർ ഉപയോഗിക്കുന്നത് വെച്ചാൽ ഈ ടിപ്പ് ഇതിനകത്ത് കയറ്റിയിട്ട് നോസിനെ കൊടുത്ത് വെച്ച് എടുക്കുക. അപ്പോൾ ഫുൾ എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മൾ ബാക്കിയുള്ളത് ഇവിടെ തന്നെ ഉണ്ടാവും. അപ്പോൾ പതുക്കെ
വയോധികർക്ക് എളുപ്പത്തിൽ മൂവ് ചെയ്യാൻ പറ്റുന്ന വീട് എങ്ങനെ നമുക്ക് സ്ഥാപിക്കാവുന്ന ഐഡിയ. അപ്പം എൻട്രൻസിൽ ഒരു പടിയുടെ ഒപ്പം തന്നെ ഒരു സ്ലോപ്പും വെച്ച് കൊടുക്കാം. അപ്പോൾ വീൽ ചെയറുള്ള ആൾക്കാർക്കാണെങ്കിൽ പെട്ടെന്ന് വീട്ടിലേക്ക് കയറാം. പിന്നെ അവരുടെ വയോധികരിൽ ഈ വീഴ്ചയൊക്കെ ഭയങ്കര കോമൺ അല്ലേ, അപ്പോൾ അത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഓരോ മുറിയിൽ ഇങ്ങനെ റെയിലിങ്സ് ഒക്കെ പിടിപ്പിച്ചു കൊടുക്കുക. ബെഡ്റൂം തൊട്ട് ബാത്റൂം വരെ പോകാൻ. പിന്നെ ബാത്റൂമിനകത്തും തന്നെ റെയിലിങ്സ് പിടിപ്പിച്ചു കൊടുക്കുക. പിന്നെ ബാത്റൂമിലെ ഫ്ലോറൊക്കെ നല്ല ഗ്രിപ്പുള്ള തറ. പിന്നെ ടോയ്ലറ്റ് സീറ്റൊക്കെ ഇച്ചിരി പൊക്കമുള്ളത് വെക്കുക, അപ്പോൾ അവർക്ക് ഇരുന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് എണ്ണിക്കാനുണ്ട്. പിന്നെ ഫർണിച്ചറൊക്കെ ഏറ്റവും കുറവ് മതി, എന്നാലേ അവർക്ക് പെട്ടെന്ന് നടക്കാനും വീഴ്ചയൊക്കെ ഒഴിവാക്കാനും. ഇതെന്ന് വെച്ചാൽ ഈ കിടപ്പ് രോഗികളിൽ കിടന്ന് പുറത്ത് മുറിവൊക്കെ വരില്ലേ, അതിൻ്റെ സ്റ്റേജസ് ആണ്. അപ്പോൾ അത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് അവരുടെ പൊസിഷൻ എപ്പോഴും മാറ്റി കൊടുക്കുക. പിന്നെ ഈ വാട്ടർ ബെഡ് പോലത്തെ സാധനങ്ങൾ യൂസ് ചെയ്യും. നമ്മുടെ നാട്ടിലുള്ള കൊതുകുകൾ കാണിച്ചിരിക്കുന്നത് ഈഡിസ് കൊതുകുണ്ട്, പിന്നെ ക്യൂലിസ് കൊതുക്, അനാഫിലിസ് കൊതുക്. ഇവിടെ ഇമ്മ്യൂണൈസേഷൻ കുത്തിവയ്പ്പുകൾ, കുട്ടികൾക്ക് ജനനം മുതൽ കൊടുക്കുന്ന വിവിധ വാക്സിനുകൾ, അവ പരത്തുന്ന വാക്സിൻ കാരണം നമ്മൾ പ്രിവെൻറ്റ് ചെയ്യുന്ന ഡിസീസസ്. എൻഡോർഫിൻ എന്ന കെമിക്കലൊക്കെ ഉണ്ടാവും. ഇത് നമ്മുടെ പേ വിഷബാധയായിരുന്നു. ഇപ്പോൾ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് റേബീസ്, നമുക്കിപ്പോൾ എല്ലാവർക്കും സ്റ്റേഡോണിലാണ്. അപ്പോൾ ഇത് ആദ്യത്തെ ഇപ്പം നമ്മൾ എങ്ങനെയാണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുത്തത്. അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ വിഭാഗം എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ജസ്റ്റ് 10 മുതൽ 15 മിനിറ്റ് നമ്മൾ ശരിക്കും കഴുകും. അത് കഴിഞ്ഞിട്ട് നമ്മൾ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകും. രണ്ടാമത്തെ വിഭാഗം എന്ന് പറയുകയാണെങ്കിൽ 10 മുതൽ 15 മിനിറ്റ് കഴുകിയിട്ട് ഇത് ആദ്യത്തെ പറയുകയാണെങ്കിൽ നമുക്കെന്ന് പറയുന്നത് ജസ്റ്റ് മുറിവ് പോലെ വരുന്നു. രണ്ടാമത്തെ പറയുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര ബ്ലീഡിങ് ഉണ്ട്, പക്ഷേ മൂന്നാമത്തേൻ്റെ അത്ര വലിയൊരു ഗുരുതരാവസ്ഥയല്ല. പക്ഷേ അതിൻ്റെ കൂടുതൽ നമ്മൾ റേബീസ് വാക്സിൻ കൊടുക്കും. മൂന്നാമത്തേന്ന് പറയുമ്പോൾ നമ്മൾ ഇതിനോട് 10 മുതൽ 15 മിനിറ്റ് എടുക്കും. പിന്നെ നമ്മൾ റേബീസ് വാക്സിൻ, പിന്നെ ഇമ്മ്യൂണോ ഗ്ലോബുലർ എടുക്കും. ഇതിൻ്റെ ഏറ്റവും വലിയ പോയിന്റ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഒരിക്കലും സ്വയം ചികിത്സ ചെയ്യില്ല. ഇത് വേഗം പടുന്നതുകൊണ്ടായാലും ഇത് ഭയങ്കര ഇഷ്യൂ ആണ്. അടുത്ത് നമുക്ക് കുഷ്ഠരോഗമാണ്. അതെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് എവിടെയാണ് ഇത് ബാധിക്കുന്നത് അവിടെ നമുക്ക് ഭയങ്കരമായിട്ട് ഇതിൻ്റെ നമ്മുടെ തൊലിയുടെ നിറം മാറും. അതേപോലെ തന്നെ നമുക്ക് സ്പർശനശേഷി കുറയും. അതേപോലെ തന്നെ നടക്കാനും അതേപോലെ നമുക്ക് സാധനം എടുക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ നമുക്ക് സ്പർശനശേഷി കുറയുന്നുണ്ടെങ്കിൽ നമ്മൾ ചൂടുവെള്ളം വീഴുന്നുണ്ട്, സൂചിയെല്ലാം കുത്തുകയാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റത്തില്ല. പിന്നെ കാഴ്ചശക്തി കുറയും. അപ്പോൾ ഇതിൻ്റെയൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് ഗവൺമെൻറ്റിൻ്റെ വക നമുക്ക് ഇതിൻ്റെ നമുക്ക് ചികിത്സയിലാണെങ്കിൽ നമുക്ക് അവർ തന്നെ സൗജന്യം കിട്ടും. ഇത് വൺ ഹെൽത്ത് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ്. ഇത് പണ്ടത്തെ കാലത്ത് നമ്മൾ ഹ്യൂമൻ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ ഹ്യൂമൻസിനെ മാത്രം ഫോക്കസ് ചെയ്തായിരുന്നു. പക്ഷേ ഇപ്പോൾ കൂടുതൽ ന്യൂ കോൺസെപ്റ്റ്സ് വന്നിട്ട് എൻവയൺമെൻറ്റും ആനിമൽസിൻ്റെ ഹെൽത്തും കൂടെ പ്രയോറിറ്റൈസ് ചെയ്യാറുണ്ട്. വെച്ചാൽ ഇതാണ് കാർബൺ വാച്ച്. ഇപ്പോൾ നമ്മൾ ഗ്ലോബൽ വാർമിംഗ്, ക്ലൈമറ്റ് ചേഞ്ച് ഒക്കെ ലോകമെമ്പാടും ആൾക്കാർ ചർച്ച ചെയ്യുന്ന വിഷയമാണ്. പൊല്യൂഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ കൂടുതലും ഒരു ഫാക്ടറിയിൽ നിന്ന് വരുന്ന സ്മോക്കാണെന്ന് വിചാരിക്കാം. ബട്ട് ഓരോ ആൾക്കാരും അവരവരുടെ വീട്ടിലിരുന്നിട്ട് ഗ്രീൻ ഹൗസ് ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു മെഷറാണ് ഈ പറയുന്ന കാർബൺ ഫുട് പ്രിൻറ്റ്. അത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ആപ്പാണ് ഈ പറയുന്ന കാർബൺ വാച്ച് എന്ന ആപ്പ്. ഇത് നമ്മൾ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ചണ്ഡീഗഡ് ഗവൺമെൻറ്റിൻ്റെ ആപ്പാണ്. ഇതിൽ നമ്മൾ അക്കൗണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മുടെ ഇലക്ട്രിസിറ്റി യൂണിറ്റ് എത്രയാണ്, വെള്ളം എത്രയാണ്, ഡിജിറ്റൽ എത്ര നേരം സ്ക്രീൻ ടൈം എന്നൊക്കെ, അതനുസരിച്ച് നമുക്ക് കാർബൺ ഫുട് പ്രിൻറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടും. ദുരന്ത ലഘൂകരണം ഇത് ഓരോ എക്യുപ്മെൻറ്റ്സ് റെസ്ക്യൂ ചെയ്യാനുള്ള എക്യുപ്മെൻറ്റ്സ് എല്ലാ പഞ്ചായത്തിലും ഒരു 23 കൊല്ലം പഴക്കമുള്ള സംഘടനയാണ്. ഡിസാസ്റ്റർ മാസം നമ്മുടെ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി 17 സംഘടന ഒരു അപ്രൂവ് ചെയ്തിട്ടുണ്ട്. ഏജൻസി എല്ലാ ജില്ലയിലും ജില്ലാ ദുരന്ത നിവാരണ കളക്ടർ ചെയ്തിട്ടുണ്ട്. നമ്മളിങ്ങനെ ആളുകൾക്ക് പഞ്ചായത്ത് തലത്തിലൊക്കെ ട്രെയിനിങ് ഫസ്റ്റ് എന്തൊക്കെ ചെയ്യണമെന്ന്, ഒരാളെ ക്യാരി ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചിനെ കണ്ടിട്ടുണ്ട്. അതിലൊരു കയറുള്ളൂ. ചിലപ്പോൾ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു കണ്ടത്തിൻ്റെ കരയിലായിരിക്കും, 2 പേർക്ക് ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോകാൻ പറ്റത്തില്ല. ചിലപ്പോൾ തീ പിടിച്ചിട്ടായിരിക്കും, നമ്മുടെ കൈ ഫ്രീ ആവും. മറ്റേ പാട് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ അത് തീ പിടിക്കാൻ നമുക്ക് വാതിൽ ചവിട്ടി വിടുക, അല്ലെങ്കിൽ നമുക്കത് തുറന്നു നമ്മുടെ കൈ ഫ്രീ. കളത്തിലാണെങ്കിലും ഈ ആംസ് ആൻഡ് വെപ്പൺസ് കൈ ഫ്രീ ആകേണ്ടതുണ്ടെങ്കിൽ കയ്യിൽ നമ്മുടെ കയ്യിലുള്ള ഇംപ്രവൈസ്ഡ് സാധനം. കാരണം ഒരിക്കലും ഒരു അപകടം ഒരു പ്രശ്നം ഉണ്ടാകുന്നത് തോന്നുന്നു ഈ പറയുന്ന സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള സംവിധാനം ഉണ്ടാകും കിട്ടാൻ ട്രെയിനിങ്ങിൽ ഇപ്പോൾ ഒരാൾ
തൊണ്ടയിലൊക്കെ കുടുങ്ങിയാൽ എന്ത് ചെയ്യും? ആളെ കുറിച്ചേർത്ത് ഇടി വെച്ച് കൊടുക്കുകയാണ്. മുലപ്പാൽ കുടുങ്ങിയാൽ കൊച്ചാണെങ്കിൽ ഇങ്ങനെ വെച്ച് പറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള എന്ന് പറഞ്ഞാൽ CPR പ്രാഥമികമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ പരിശീലന കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അതിന് യൂസ് ചെയ്യുന്ന ഉപകരണങ്ങളൊക്കെയാണ് അത്. ചില ക്യാരബിൻ എന്നുള്ളത് 10-700 ഇതാണ് നമ്മൾ ഈ റോക്ക് പിറ്റൻസ് എന്ന് പറയുന്നത്. ഏത് പാറയിലും അടിച്ച് കയറും, 2 ഇഞ്ച് കയറി നിൽക്കും, ഷോർട്ട് കയറി പോയി മൗണ്ടനറിംഗിൽ യൂസ് ചെയ്യുന്നത് ഫ്ലാറ്റ് ടൈപ്പ് കൊണ്ട് കാസ്റ്റേണാണ്. ഈ സാധനത്തിൻ്റെ പേര് ഫിഗർ ഓഫ് എയ്റ്റ് ഇങ്ങനെ താഴോട്ട് ഇറങ്ങി വരാൻ വേണ്ടി. ഇത് 700 കിലോ ഡിസ്റ്റാൻഡ് ചെയ്യും. ഇത് ഒരു അലോയാണ്, പൊട്ടിപ്പോകല്ല. കാരണം ഇത് മൗണ്ടനറിംഗിൽ യൂസ് ചെയ്യുന്നത്. ഇതൊന്നും പിന്നീട് രണ്ടാമത് നമുക്ക് അതിലൊന്നും കോംപ്രമൈസ് ചെയ്യാൻ പറ്റത്തില്ല. ഇങ്ങനെ താഴോട്ട് വരുമ്പോൾ ഒരു ഫ്രിക്ഷൻ ഡിവൈസ് ഇങ്ങനെ കയറ് ഇടത്തുനിന്ന് വലത്തോട് കൊടുക്കും. ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇങ്ങനെ വന്നു കഴിയുമ്പോൾ പതുക്കെ വരുള്ളൂ. ഒരാളിനെ താഴോട്ടിറക്കാൻ സ്ലോയിൽ വരുള്ളൂ. മറ്റേ അപ്പോൾ ആളെ ഇങ്ങനെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള ഫിഗർ ഓഫ് എയ്റ്റ് എന്ന് പറയും, അല്ലെങ്കിൽ ഡിസെൻഡർ. നമ്മൾ അത്യാവശ്യം കമ്മ്യൂണിക്കേഷൻസ് ചിലപ്പം ബാക്കി ഫെയിലിയർ ആയി കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യങ്ങൾ. പിന്നെ ഇതാണ് പുള്ളി. നമുക്കിത് ഈ പുള്ളിയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്നതിൻ്റെ ഒരു പ്രശ്നം, ആ കയറ് കെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആ കപ്പിയില്ലേ അത് ആ കയറ് കെട്ടു കഴിക്കുകയും ചെയ്യണം. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു പാലം ചിലപ്പോൾ കൂടത്ത് പോയി അല്ലെങ്കിൽ കുറച്ചുകൂടെ ഇല്ല, ആളുകൾ അക്കരെ ഇക്കരെ കിടക്കണം, ഒരു മാർഗ്ഗമില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് അപ്പുറത്ത് ചെന്ന് കഴിഞ്ഞാൽ ഇത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പം ഒരാൾ നല്ല വെയിറ്റ് ഉള്ള ആളാണ് ഇത് ഈ കയറൊരു അറ്റ കെട്ടിക്കഴിഞ്ഞിട്ട് അറ്റാച്ച് ചെയ്യും. ഇവിടെ കിട്ടി കെട്ടിക്കഴിഞ്ഞിട്ട് നമുക്ക് അറ്റാച്ച് ചെയ്ത് ഇതിലോട്ട് ഇതിങ്ങനെ പിന്നെ ഇത് 2 കാല് ഇതിലിടണം ആൾക്കാർക്ക്. ഇത് ഇരിക്കാവുന്ന ഇങ്ങനെ 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 ആളിനെ അപ്പുറത്തില്ലപ്പം പെട്ടെന്ന് തന്നെ ആളിനെ അയച്ചു കൊടുക്കും. എന്നിട്ട് ആ സാധനം തിരിച്ചു കൊടുക്കും. മറ്റപ്പോൾ നമ്മൾ മറ്റൊരു കപ്പിയാണ് ഒന്നാമത് ചെരിഞ്ഞു പോകും. ഇങ്ങനെ നിൽക്കുകയാണ്. വന്നു കഴിയുമ്പോൾ ഇതിങ്ങനെ ആളിനെ അഴിച്ചു അവിടെ നിന്ന് ഇങ്ങോട്ട് വിടാം. ഇത് വേറൊരു കയറോട് കിട്ടും, ചെറിയ കയറ് സ്മൂത്തായിട്ട്. ഇപ്പം ഇതിപ്പോൾ ഈ കയറിൻ്റെ പ്രത്യേകത 1200 കിലോമീറ്റർ പിടിച്ചു വയ്ക്കും താങ്ങും. ഇതൊരു കാർബൺ ഫൈബർ എന്ന് പറയുന്ന ഒരു സാധനം ഇതിനകത്തുണ്ട്. ഇത് മൗണ്ടനറിങ് യൂസ് പിടിച്ചു വയ്ക്കും, ബലം നോക്കും. സാധാരണ ബലം പോലെയല്ല, മൗണ്ടനറിങ് യൂസ് ചെയ്യുന്ന ടൈപ്പിലുള്ളതാണ്. അത് പ്രത്യേക ടൈപ്പിലുള്ള. അപ്പോൾ ഇത് 12 mm കയറാണ്. 50 മീറ്റർ, 150 അടി നീളത്തിൽ കിട്ടും. സാധാരണ നമ്മൾ 150 അടി കിട്ടത്തില്ല. പ്ലാസ്റ്റിക് അത് കുറേ പിരിപിരാന്ന് കവറിങ് ഉണ്ട്. വലിയ ബലം അതാണ്. ഒരു വണ്ടി കെട്ടി വലിക്കണമെന്നുള്ള 2 മടങ്ങ് കെട്ടിട്ട് വലിക്കാം. പൊട്ടണമെങ്കിൽ 1200 കിലോമീറ്റർ തൂങ്ങുമ്പോഴും പൊട്ടില്ല. ഹാങ്ങിങ് കപ്പാസിറ്റി എന്ന് പറയും. കാരണം ഈ മൗണ്ടനറിങ്ങിലൊക്കെ യൂസ് ചെയ്താൽ ക്ലൈമറ്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യുന്നതാണ്. അതായത് കൊച്ചിൻ റഡാർ സ്റ്റേഷനിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ ഇത് പിന്നെ തിരുവനന്തപുരത്ത് ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതായത് നമുക്ക് ആദ്യം കിട്ടുന്ന രൂപങ്ങൾ ഈ തരത്തിലായിരിക്കും. വരുന്ന മഴയുടെ ആനിമേഷൻ എടുക്കുമ്പോൾ അങ്ങനെയാണ്. അതായത് സമയം മറ്റു കാര്യങ്ങളെല്ലാം ഉണ്ട്. അതുപോലെ തന്നെ കാറ്റിന് വേഗത കാര്യങ്ങളെല്ലാം നമുക്ക് പറയാൻ പറ്റും. ഒപ്പം തന്നെ നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു പ്രദേശത്ത് മഴ കൂടുതലാണോ കുറവാണോ അല്ലെങ്കിൽ കാറ്റ് വീഴാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ മഴയെ സംബന്ധിച്ച് അതായത് നമുക്ക് കാലാവസ്ഥാ പ്രവചനങ്ങൾ നടത്തുന്ന ഈ രൂപത്തിലാണ്. ഇത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ 11:34 എന്ന് പറയുന്നത് 5.5 മണിക്കൂറോടെ കൊണ്ടു. 11:05, 16:34, 16:34 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4:34 പ്ലസ് 5 ഇത് കൂട്ടാണ് ലണ്ടൻ ടൈമാണ്. അപ്പോൾ അതിൽ നോക്കുമ്പോൾ ഇപ്പോൾ കണ്ടോ ഇത് അക്ഷാംശ രേഖാംശമുണ്ട്. വൈക്കം BKM, ഇതിൽ മഴ ഇത് ഉടുമ്പൻചോല UDU, നേര്യമംഗലം PTA, പത്തനംതിട്ട മഴ പെയ്യുന്നുണ്ട്. ഹരിപ്പാട് HPD. ഈ ചുവന്നത് കളറ് കുമളിൽ വലിയ മഴയാണെന്ന് കുറച്ച് മുമ്പ് നമുക്കൊരു മെസ്സേജ് വന്നത്. വാഗമണ്ണിലും ഇവിടെ പല ഏരിയയിലൊക്കെ ഇത് മഴ പെയ്യുന്നുണ്ട്. ഈ മഞ്ഞ കളർ കാണുന്നത് ഓൾറെഡി പെയ്തുകൊണ്ടിരിക്കുന്നു. നീല അത് ഫോം ചെയ്ത് വന്നു. അങ്ങനെയുള്ള ഒരു സംവിധാനം നമ്മൾ കൊടുക്കാറുണ്ട്. എവിടെ ബ്ലോഗറാണോ? അതെ അതെ. പിന്നെ ഇത് ക്യാൻസറിന്റെ എക്സാമിനേഷൻ ആണ്. ഇപ്പം ക്യാൻസർ ഭയങ്കര കോമൺ ആണ്.
ബ്രസ്റ്റ് ക്യാൻസർ കോമൺ അതിൽ കൂടുതൽ പക്ഷേ നമ്മളിവിടെ മാനേജ്മെന്റിനെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. ഇന്ത്യയിൽ തന്നെ 4 തരത്തിലുള്ള വിഷമുള്ള പാമ്പുകളുണ്ട്. അതായത് ശങ്കുവരെ, അതേപോലെ വിഷമില്ലാത്ത പാമ്പുകളാണ് പച്ചിലപ്പാമ്പ്, പെരുമ്പാമ്പ്, ചേര, നീർക്കോലി. ഈ പടത്തിൽ കാണിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ ഇത് കടിക്കുന്നതിന്റെ വ്യത്യാസം എങ്ങനെ കണ്ടെത്താനുള്ളത്. അതായത് വിഷമുള്ള പാമ്പാണ് പെട്ടെന്ന് നമ്മുടെ കയ്യിൽ ഇപ്പം 2 പല്ലിന്റെ 2 പാടായിരിക്കും. വിഷമില്ലാത്തൊരു പാമ്പ് കണ്ടിട്ട് ഇങ്ങനെ ഒരുമാതിരി കുറെ കുത്തു പോലത്തെ ഒരു പാടായിരിക്കും നമ്മുടെ ശരീരത്തിൽ കാണുന്നത്. അതേപോലെ ഇതെന്ന് വെച്ചാൽ മനുഷ്യ ശരീരത്തിലെ ഓരോ അവയവങ്ങളിലും എങ്ങനെയാണ് പാമ്പുകളുടെ ലക്ഷണങ്ങൾ പോകുന്നതാണ് ഇത് കാണിച്ചിരിക്കുന്നത്. ബ്രെയിനിലാണെങ്കിൽ തലവേദന, അതേപോലെ ഓർമ്മക്കുറവ്, പിന്നെ ലങ്സിലാണെങ്കിൽ ശ്വാസമുട്ടൽ, കിഡ്നിയിലാണെങ്കിൽ തകരാറുണ്ടാകും. കിഡ്നിയിലാണ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കായിട്ട് ബാധിക്കുന്നത്. പിന്നെ കണ്ണിൽ കാഴ്ചമങ്ങൾ ഉണ്ടാകും. പിന്നെ ഹൃദയത്തിലാണെങ്കിൽ ഹൃദയമിടിപ്പ് കൂടും. പിന്നെ നമ്മുടെ ടിഷ്യൂസ് ഒക്കെ ഡെത്തായി പോകും. ഇവിടെ എന്ന് പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്നേഹിക്കായിട്ട് വന്ന ഒരാളെ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കാം, അയാൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കരുത് എന്നാണ് ഇവിടെ പറയുന്നത്. മനസ്സിലാകുന്നില്ല. ഇത് ഇൻഫൻസിന്റെ ഒരു വയസ്സ് വരെ പ്രായമാകുന്ന കുഞ്ഞുങ്ങളുടെ വെയിറ്റ് നോക്കുന്നത്. ഇനി കുഞ്ഞ് നിൽക്കാറാവുമ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് ഇങ്ങനെ നോക്കാം. പിന്നെ ഇത് കുഞ്ഞുങ്ങളുടെ ഹൈറ്റ്. കുഞ്ഞുങ്ങളുടെ നമ്മൾ ഹൈറ്റ് എന്നല്ല പറയുന്നത്, ഒരു വയസ്സ് വരെ ലെങ്ത് എന്നാണ് പറയുന്നത്. അപ്പം ലെങ്ത് ഇതിനകത്ത് കിടത്തിയിട്ട് ഇത് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റുന്നത്. പിന്നെ നെബുലൈസർ, ഇത് സ്പേസർ എന്ന് പറയും. നമ്മൾ പഫ് അടിക്കത്തില്ലേ, അത് കുഞ്ഞുങ്ങളിൽ ഇത് വെച്ചിട്ട്. ന്യൂ ബോൺ ബേബിയുടെ ഒരു കൺജനൈറ്റൽ ഹാർട്ട് ഡിസീസ്, അതായത് ജന്മന ഉണ്ടാകുന്ന ഹാർട്ടിനുണ്ടാകുന്ന അസുഖങ്ങൾ. കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളൊരു ടോഡ്ലേഴ്സിനും പ്രീ സ്കൂളേഴ്സിനും വേണ്ടിയിട്ടുള്ളൊരു പ്ലേ സ്റ്റേഷൻ. തൂക്കം നോക്കാമോ? വർക്ക് ചെയ്ത് നോക്കിയാൽ അപ്പോൾ ഓർമ്മയില്ലേ? അവിടെ ഇല്ല ഇല്ല, മഴയാണല്ലോ. ഇത് സ്കാർസ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്കാറാണ് നമ്മുടെ ബോഡിയിലുണ്ടാവും. നമ്മൾ കുരുവൊക്കെ പൊട്ടിച്ചു കഴിഞ്ഞാൽ വരുന്ന സ്കാറാണ്. ഇത് കോൺ ഷേപ്ഡ് സ്കാർ, ഇത് ബോക്സാർ സ്കാർ, റോളിംഗ് സ്കാർ. ഇതിന് ട്രീറ്റ്മെൻറ്റാണ് ഈ പഞ്ച് എന്ന് പറയുന്ന സാധനം. പഞ്ച് ഇത് വെച്ച് നമ്മൾ കെമിക്കൽസൊക്കെ ഫില്ല് ചെയ്ത് അതിന് അപ്പോൾ പുതിയ തൊലി വരും. അത് ഹെയറിൻ്റെ മുടി കൊഴിച്ചിലിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കിയതാണ്. അപ്പോൾ നമ്മുടെ തലയിലെ മുടികളിൽ 3 ഫേസിലൂടെയാണ് പോകുന്നത്. എല്ലാ മുടിയും ഈ 3 ഫേസിലൂടെ പോകും. 90% മുടികളും അനാജനിക് ഫേസിലാണുള്ളത്. ആ ഫേസിലാണ് മുടി വളരുന്നത്. ഒരു 1% മുടി കാറ്റജനിക് ഫേസിലാണ്. ആ ഫേസിൽ മുടി ഇങ്ങനെ വളരാണ്ട് നിൽക്കും.
പിന്നെ ഒരു 9% മുടി തിലോജനിക് ഫേസിലാണ്. ആ ഫേസിലാണ് മുടി കൊഴിയുന്നത്. ഇപ്പോൾ നോർമലി ഒരു 100 വരെ മുടികൾ ഒരു ദിവസം കൊഴിഞ്ഞുകൊണ്ട് കുഴപ്പമില്ല, കാരണം ബാക്കി ഇത്രയും മുടികൾ വളരുന്നുണ്ട്, അവരുടെ സ്ഥാനത്ത് വരും. പക്ഷെ എന്തെങ്കിലും സ്ട്രെസ്സ് വരാം, അല്ലെങ്കിൽ കീമോതെറാപ്പി എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വരുമ്പോൾ ഈ ഫേസിൽ നിന്ന് പെട്ടെന്ന് ഈ ഫേസിലേക്ക് മാറും. മിക്ക മുടികളും ഇപ്പോൾ 90% ഒരു 60% ഇങ്ങനെ പോകും. അങ്ങനെ പെട്ടെന്ന് മുടി കൊഴിച്ചിലുണ്ടായി നമുക്കത് കാണാൻ പറ്റും. പിന്നീട് ഇത് ചുരുണ്ട കുഴൽ രൂപത്തിലാകും. ന്യൂറൽ ട്യൂബ് എന്നറിയപ്പെടുന്ന ഈ ഘടന പിന്നീട് ശിശുവിന്റെ തലച്ചോറും സുഷുമ്നയുമാണ്. ഇതേ സമയത്ത് മറ്റു അവയവങ്ങളെയും ഹൃദയത്തിന്റെ ഭാഗങ്ങളിലും കൊണ്ട് ഇടിക്കുവാൻ ആരംഭിക്കും. ഇത് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. നോർമലി ഇതാണെങ്കിൽ ഓരോ ബോണും സെപ്പറേറ്റ് ആക്കി വെച്ചിരിക്കുന്നതാണ്. ഇങ്ങനെ പീസ് പീസാണോ? ഇത് പീസാണ്. സെപ്പറേറ്റ് ബോണുകളാണ്. നോർമലി ഇവിടെ കാണുന്നത് ബോണുകളെ സെപ്പറേറ്റ് ചെയ്തത്, പക്ഷേ സാധാരണ സന്ധികൾ പോലെ അല്ലാതെ കുറച്ചുകൂടെ കൂടി ചേർന്നാണ് ഇതിരിക്കുന്നത്. അപ്പോൾ അത് സെപ്പറേറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഇപ്പോൾ നമ്മൾ സർജറി ഒക്കെ ചെയ്യുമ്പോൾ ഇതിങ്ങനെ ഒരു പീസ് എടുത്ത് മാറ്റുവാണോ? സർജറി ടൈപ്പ് ഓഫ് സർജറി അനുസരിച്ച് മാറും. ഇത് ഹാർട്ട് ഓഫ് ഫിഷാണ്. ഇത് 2 ചേമ്പറുകളേ ഉള്ളൂ നമ്മുടെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. അതാണ് ഈ 2. പൊതുവെ ലഭ്യമായ പ്രഗ്നൻസി ടെസ്റ്റുകൾ ഗർഭധാരണം ഉറപ്പിക്കുന്നത് സാധിക്കും. അവസാന ആഗ്രഹത്തിന്റെ 6 ദിവസങ്ങളിൽ അണ്ടാശയത്തിന്റെ പ്രവർത്തനാന്തം ബീജവുമായി സംയോജിച്ച് സിംഗാണം അഥവാ സൈഗോട്ട് ആകുന്നതിനുള്ള സമയമാണിത്. അടുത്ത ദിവസങ്ങളിൽ ഈ സൈഗോട്ട് വിഭജിക്കുകയും ഫലോപിയത്തിലൂടെ സഞ്ചരിച്ച് ഗർഭാശയത്തിലെത്തി അന്ത്യവൃത്തിയിലാക്കുകയും ചെയ്യും. കണ്ണുകൾക്ക് സംരക്ഷണം കാലത്തിലുള്ള റോസ് ക്ലിനിക് ആൻഡ് ഒപ്റ്റിക്കൽസ് ഗ്രേബ വോ ലിപ്സ് കാരിക എസ്ലോ ക്രിസ ടൈറ്റൻ ഫാസ്റ്റ് ട്രാക്ക് തുടങ്ങി പുതിയ കളക്ഷൻസ് വിദഗ്ധ നേത്ര ഡോക്ടറുടെ നേതൃത്വത്തിൽ കാഴ്ച പരിശോധിച്ച് അനുയോജ്യമായ കണ്ണട നൽകുന്നു. കണ്ണുകൾക്ക് സംരക്ഷണം കാലത്തിലുള്ള റോസ് ക്ലിനിക് ആൻഡ് ഒപ്റ്റിക്കൽസ് ഗ്രേബ വോ ലിപ്സ് സ്വന്തമാക്കും. ആകർഷകമായ ഡിസ്കൗണ്ടുകളും ഓഫറുകളും ഉടൻ സന്ദർശിക്കും റോസ് ക്ലിനിക് ആൻഡ് ഒപ്റ്റിക്കൽസ്. ആദ്യം ഇൻഡ്യോറാക്കിയ പെണ്ണിനെ സ്റ്റഡി ഓഫ് ക്യാൻസറാണ്. അപ്പോൾ നമ്മുടെ ബോഡിയിലുള്ള ഏതൊക്കെ അവയവങ്ങളിൽ ക്യാൻസർ വരുമെന്നാണ് ഇതിൽ കാണിക്കുന്നത്. ഇത് നമ്മുടെ ബോഡിയിൽ ഓൾമോസ്റ്റ് എല്ലാ മേജർ അവയവങ്ങളിലും ക്യാൻസർ ബാധിക്കും, എക്സെപ്റ്റ് 1 ഓർഗൻ. ഏത് ഓർഗനാണെന്ന് പറയാൻ പറ്റും. ഒരു നമ്മുടെ മണ്ണത്തെ മേജർ ഓർഗൻസ് കാണിച്ചിട്ട് ഇപ്പം ഈ ക്യാൻസർ ഉണ്ടാക്കുന്നതെന്ന് പറയുമ്പോൾ ഓങ്കോജീൻസ്, സെല്ലിലുള്ള ഓങ്കോജീൻസ് എന്ന് പറയുന്ന ജീൻസാണ്. അത് ഹാർട്ടിലില്ല, അതുകൊണ്ടാണ് ക്യാൻസർ ഉണ്ടാക്കുന്നത്. ഇത് യുവരാജ് അറിയാലോ, ക്രിക്കറ്റ് പ്ലെയർ. വേൾഡ് കപ്പിനിടെ ക്യാൻസർ വന്നു, അത് വെച്ച് ബാറ്റ് ചെയ്തു, പിന്നെ ക്യാൻസറിൽ ബീറ്റ് ചെയ്തു, വീണ്ടും തിരിച്ചു വന്നു. ഓറൽ ക്യാൻസർ വരാൻ വൺ ഓഫ് ദ മെയിൻ റീസൺസ് എന്ന് പറയുന്നത് പുകവലിയും പുകയിലെ ഉൽപ്പന്നങ്ങളുമാണ്. അപ്പം ഓറൽ ക്യാൻസർ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പല്ലൊക്കെ പെട്ടെന്ന് പൊഴിഞ്ഞു പോകും, പല്ലി മഞ്ഞ കളർ ഉണ്ടാകും, പുഴുക്കുത്തുകളുണ്ടാകും, പിന്നെ നമ്മുടെ ഈ വായിലൊക്കെ വെള്ളപ്പാട് പോലെ വരും. ഇതാണ് ഫസ്റ്റ്. കെട്ടിക്കിടക്കുക, അങ്ങനെ കുറേ ലക്ഷണങ്ങൾ. ലൈവായിട്ടുള്ള സ്പെസിമെൻസ് ആണ്. ഇത് എന്ന് പറയുമ്പോഴത്തേക്കും വേറൊരു അത് വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല.
ഓവേറിയൻ ക്യാൻസർ. ഇതുകൊണ്ട് ഓവർക്കത്ത് വരുന്നതാണ്. ഈ ഭാഗത്ത് വരുന്നത്. ഇത് വലുതായിട്ടുള്ളതാണ്. അത് ഫ്ലൂയിഡും കളക്ഷനൊക്കെ വരുമ്പോൾ സിസ്റ്റം ഹെഡിൽ ഫ്ലൂയിഡ് ഫില്ലായിട്ട് ഉണ്ടാവുന്നത് എന്ന് പറയുമ്പോഴത്തേക്കും സ്കള്ള് ഫുള്ളി ഫോണ്ട് ആവില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും അതിൻ്റെ അകത്തുള്ള കണ്ടൻസ് അല്ലല്ല ഇതെല്ലാം ഇത് ആരും ജനിച്ച കുട്ടികളല്ല. ഇതിൻ്റെ സ്കള്ള് ഫുള്ളി ഫോംഡ് ആവും. ഫേസിൻ്റെയും തലയുടെയും ബോൺസ് ഫ്യൂസ് ആയിരിക്കും. അതിന് നമ്മുടേത് പോലത്തെ കറക്റ്റൊരു സ്പേസ് ഉണ്ടാവില്ല. അങ്ങനെ ഇത് ട്വിൻ പ്രഗ്നൻസിയിൽ ഈ അമ്മ ഒരുപാട് ഒരു പേപ്പർ തിക്നെസ് മാത്രമേ ഉള്ളൂ. ആ അപ്പം അതാണ് ഇതിൻ്റെ ഒരു നമ്മുടെ കാലിൽ നമ്മുടെ ബോഡിയിൽ കുറേ സ്കിൻ ലെയേഴ്സ് ഉണ്ടല്ലോ, അതിലെ ഒരു ലെയറാണ് ഈ സ്ക്വാമസ്. പ്ലാസ്മ എന്നിവ വേർതിരിച്ചെടുക്കുന്നു. അതിനുശേഷം കൃത്യമായി ലേബൽ ചെയ്ത് ഇത് രക്തബാങ്കിലുള്ള റെഫ്രിജറേറ്ററുകളിലാണ് സൂക്ഷിക്കുന്നത്. ബ്ലൈൻഡ് സ്പോട്ട് ഏതൊക്കെയുണ്ട് നമുക്ക് കണ്ണിൽ ഇത്രയും എനിക്ക് ഇത്രയും കാണാൻ പറ്റും. കയ്യിൽ ഇങ്ങനെ വെച്ചിട്ട് ഏത് ഘടകം ആവശ്യം ആ ഘടകം പ്ലേറ്റ്ലെറ്റ് ആവശ്യമുള്ളവരുണ്ടാകാം, പ്ലാസ്മ ആവശ്യമുള്ളവരുണ്ടാവാം. ഏത് ഘടകമാണോ രോഗിക്ക് ആവശ്യമായ പരിശോധനയ്ക്ക് ശേഷം രക്തം പ്രത്യേകം കണ്ടെയ്നറുകളിൽ ഇങ്ങനെ എ ബി ബ്ലഡ് ഗ്രൂപ്പുകൾ ഉണ്ടാവുന്നു. നമ്മളുടെ ഇത് RBC ചുവന്ന രക്തമാണ് ബ്ലഡിൽ ചുവന്ന രക്തമാണ്. അതിൻ്റെ സർഫസിലായിട്ട് ഒരു ആൻറ്റിജൻ ഉണ്ടാവും. ഇപ്പോൾ എ ഗ്രൂപ്പിന് ഒരു ഡിഫറെൻറ്റ് ആൻറ്റിജൻ, നമ്മളതൊരു നീല കളർ വെച്ചു. ബി ഗ്രൂപ്പിന് വേറെ ഒരു ആൻറ്റിജൻ. AB ആകുമ്പോൾ ആ 2 ആൻറ്റിജനും ഉണ്ടാവും. O ഗ്രൂപ്പിലാണെങ്കിൽ ഒരൊറ്റ ആൻറ്റിജൻ. അങ്ങനെയാണ് നമുക്ക് ഡിഫറെൻറ്റ് ബ്ലഡ് ഗ്രൂപ്പ്സ്. ഇതെന്താ? ഇത് ഒരു സ്ട്രോക്ക് വന്നൊരു വ്യക്തിയാണ്. ഇയാൾക്ക് സ്ട്രോക്ക് എന്ന് വെച്ചാൽ ബേസിക്കലി തലയിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും ബ്ലോക്ക് വരിക അതാണ്. അപ്പം സ്ട്രോക്ക് വന്നാൽ ആൾക്കാർക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരും. ബാലൻസ് പോവുക, കണ്ണടയ്ക്കാൻ പറ്റാതെ വരിക, മുഖം ഒരു സൈഡിലോട്ട് കൂടി പോവുക, പിന്നെ നടക്കാൻ പറ്റാതെ ബാലൻസ് പോവുക, അങ്ങനത്തെയൊക്കെ പ്രശ്നങ്ങളൊക്കെ സംഭവിക്കുന്നത്. അപ്പം നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ CT, MRI ഇങ്ങനത്തെ ഡിവൈസസ് വെച്ച് നമുക്ക് ബ്രെയിനിൽ എവിടെയാണ് ഈ പൊട്ടൽ സംഭവിച്ചത് എന്ന് നോക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ആൻജിയോഗ്രാം എന്ന് പറഞ്ഞൊരു ഒരു ഇമേജിങ് ടെക്നിക്ക് യൂസ് ചെയ്യുന്നത്. സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബോഡിയിലെ ബ്ലഡ് വെസലിനെല്ലാം നോക്കുന്നൊരു ഇമേജിങ് ടെക്നിക്കാണത്. അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞിട്ട് എന്നാ ചെയ്യുന്നതെന്ന് വെച്ചാൽ ബ്രെയിനിൽ ആണ് ഈ പ്രശ്നം, പക്ഷെ നമുക്ക് ബ്രെയിനിന് ഡയറക്റ്റ് ഇവിടുന്ന് എത്താൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ കാലിൻ്റെ ഇവിടുന്ന് ഈ ഇതുപോലത്തെ ഒരു കത്തീറ്റർ യൂസ് ചെയ്ത് ഇവിടുന്ന് കയറി ഇങ്ങനെ ഒന്ന് ബ്രെയിനിൽ പോയിട്ട് ബ്രെയിനിൽ എവിടെയാണോ ക്ലോട്ട് അല്ലെങ്കിൽ രക്തതടസ്സം ഉള്ളത് അവിടെ നിന്ന് ശരിയാക്കിയിട്ട് തിരിച്ചെടുക്കുന്നു. അപ്പം ഈ പ്രൊസീജിയറിൽ നമുക്ക് CTയും MRI ഇത് കയറി ഇതാണോ ഇത്? ആണ്. നമ്മുടെ രക്തക്കുഴൽ അത്യാവശ്യം വലുതാണ്. നമ്മൾ ഈ ഇതിൻ്റെ അകത്തെ ഈ ചെറിയ കുഴലാണ് ഇതിൻ്റെ അകത്ത് കയറ്റുന്നത്. അതുകൊണ്ട് അതെങ്ങനെ കൺട്രോൾ നമുക്ക് ഈ ആൻജിയോഗ്രാം എന്ന് നമ്മൾ പറയുമ്പം നമ്മൾ ഈ രക്തക്കുഴലിൻ്റെ ഒരു ഫോട്ടോയാണ് നമ്മൾ കാണുന്നത്. അപ്പം നമുക്ക്
അപ്പോൾ നമ്മൾ ഈ കത്തീഡ്രൽ ഇതിൻ്റെ അകത്തോട്ട് പോകുമ്പോൾ നമുക്ക് ഇത് കാണാം. കത്തീഡ്രൽ ഇതിലേക്കൂടെ പോകുന്നതിന് കാണാം. അപ്പോൾ നമ്മളിപ്പം ഇതിലേക്കൂടെ വന്നിട്ട് തെറ്റായ ഒരു വഴി പോവുകയാണെങ്കിൽ നമുക്ക് ആക്ച്വലി കാണാം. എന്നിട്ട് അത് കൺട്രോൾ ചെയ്യാനുള്ള എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ ഈ അറ്റമില്ല, ഈ അറ്റം നമ്മൾ പിടിക്കുന്നത്, നമുക്ക് തിരിക്കാൻ പറ്റും. തിരിക്കുന്നതനുസരിച്ചാണ് ഇത് പോകുന്ന വഴി നമുക്ക് കാണാൻ പറ്റുന്നത്. മാമോഗ്രാം മെഷീനാണ് മാമോഗ്രാഫി ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇതിൻ്റെ ഇടയിലാണ് ഫാമിലി ക്ലോത്തിംഗ് സ്റ്റോർ ഇന്ത്യ ഒട്ടാകെയുള്ള വസ്ത്ര ഉൽപാദകരിൽ നിന്നും നേരിട്ട വസ്ത്രങ്ങൾ. കുട്ടികളുടെ കൈ പിടിച്ച് നമ്മൾ ഇങ്ങനെ വലിക്കുക ചെയ്യരുത്. അവരുടെ കൈ പെട്ടെന്ന് വിട്ടുപോരും. കൈ പിടിച്ച് വലിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. എടുക്കുമ്പോഴൊക്കെ നമ്മൾ തോളിൻ്റെ ഇവിടുന്ന് ചേർത്തെടുക്കണം. ഇങ്ങനെ കൈ പിടിച്ചെടുക്കരുത്. കൈയുടെ ഇവിടുന്ന് വിട്ടുപോരാൻ ചാൻസ്. പിന്നെ ഇത് നട്ടലിന് വളവ് സംഭവിക്കണം. അത് ചെറുപ്പത്തിൽ തന്നെ നമ്മൾ കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ വലുതാവുമ്പോൾ സിവിയർ ആവും. ചെറുപ്പത്തിൽ കണ്ടുപിടിക്കുകയാണെങ്കിൽ ഇങ്ങനെ കാസ്റ്റ് ചെയ്ത് നമുക്കത് ശരിയാക്കാൻ പറ്റും. പിന്നെ ഇത് ചെറിയ കൊച്ചുങ്ങളുടെ കാല് വളഞ്ഞിരിക്കണത്, അത് ഫസ്റ്റ് കണ്ടീഷനിലാണ് നമ്മളിങ്ങനെ സ്ട്രെച്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ചെറുതായിട്ട് അങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ അത് ശരിയാവും. അത് കഴിഞ്ഞിട്ട് ശരിയായിട്ടില്ലെങ്കിൽ ഇങ്ങനെ കാസ്റ്റ് ചെയ്യണം. കാസ്റ്റ് ചെയ്യുമ്പോൾ നേരെയാക്കി എടുക്കാം. എത്ര നാളുകൊണ്ട് മാറും? 4 to 6 weeks വരെ ഇട്ടുകൊടുക്കാം. ചെറുപ്പത്തിലാണ്. പിന്നെ ഇവിടെ ഇത് ചെറിയ കുട്ടികളുടെ ഈ തൊടയിലിന് ഫ്രാക്ചർ സംഭവിക്കും. അപ്പോൾ ഫ്രാക്ചർ സംഭവിച്ച് ഈ മെല്ല് ഇങ്ങനെയായിരിക്കും ഇരിക്കുന്നത്. നമ്മൾ ഇവിടുന്ന് ഒരു വെയിറ്റ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അത് സെയിം അലൈൻമെൻറ്റിൽ വരും. അപ്പോൾ ചെറിയ കുട്ടികളുടെ ഇത് എല്ലാ ഇതിനും പെട്ടെന്ന് ഹീലാവും. അപ്പോൾ 6 weeks ഒക്കെ അങ്ങനെ ഇട്ടാൽ അത് ശരിയാക്കി എടുക്കാൻ പറ്റും. അപ് ടു 2 years വരെ അങ്ങനെ ഇങ്ങനത്തെ ഈ മെത്തേഡ് ചെയ്യാൻ പറ്റും. ടൈഫോയിഡ് ഉണ്ടാക്കുന്ന ബാക്ടീരിയ സാൽമണല്ല ടൈപ്പ്, അതിനെ നമ്മുടെ കൾച്ചർ മീഡിയ എന്ന് പറയുന്നത് അത് വളർത്താൻ പറ്റില്ല. അതിൽ വളർത്തിയിട്ട് പലതരം വിരകൾ ശരീരത്തിലുണ്ടാകുന്നു. ടൈപ്പ് ഓഫ് അസ്കാരിസ്. ഇതിന് ഉപയോഗിക്കുന്ന റീയൂസ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ സ്റ്റെറിലൈസ് ചെയ്യുന്നത് സർജറിക്ക് ഉപയോഗിക്കുന്നത്. ആ സർജറിക്കും മറ്റ്. ഇത് ബ്ലഡ് ഗ്രൂപ്പ് അല്ലേ? ഇത് നമ്മൾ ഹോസ്പിറ്റൽസ് നമ്മളോട് പറയാം ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് യൂറിൻ ടെസ്റ്റ് ചെയ്ത് പല ടെസ്റ്റ് ചെയ്യാൻ പറയും. അപ്പോൾ അത് നമ്മൾ ആ സ്പെസിമെൻ കളക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ്. ഇത് നമ്മൾ കൊറോണ സമയത്ത് ഉപയോഗിച്ച ത്രോട്ട് സ്വാബ്. ഇത് മൂത്രം ടെസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്, ഇത് സ്റ്റൂൾ ടെസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നമ്മൾ കളക്ട് ചെയ്തെടുക്കും. അപ്പോൾ ഈ കളക്ട് ചെയ്യുന്നതിൽ വളരെ കുറച്ച് രോഗാണുക്കളെ കാണത്തുള്ളൂ. അപ്പോൾ നമുക്ക് അതിനെ വളർത്തിയെടുക്കണം. ഒരുപാട് രോഗാണുക്കളെ കിട്ടിയാൽ നമുക്ക് ടെസ്റ്റ് സുഖമായിട്ട് നടത്താൻ പറ്റും. അപ്പോൾ അതിനെ നമ്മൾ വളർത്തിയെടുക്കാൻ വേണ്ടി ഉള്ള മീഡിയമാണിത്. ഇതാണ് കൾച്ചർ മീഡിയം. ഇത് സോളിഡ്, ചിലതിനൊക്കെ സോളിഡ് കൾച്ചർ മീഡിയത്തിലിട്ട് നമ്മൾ വളർത്തുന്നത്, ചിലതിനെ ലിക്വിഡ് കൾച്ചർ മീഡിയത്തിലിട്ട് വളർത്തും. അപ്പോൾ ഈ കൾച്ചർ മീഡിയം നമ്മൾ ഉപയോഗിക്കുമ്പോൾ അന്തരീക്ഷത്തിൽ നിന്ന് പല രോഗാണുക്കൾ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ അതിനെ പ്രിവെൻറ്റ് ചെയ്യണം. അതിന് നമ്മൾ ആദ്യം ഇതിനെ ഈ ബെഞ്ച് ടോപ്പ് ഓട്ടോക്ലേവ് വെച്ച് സ്റ്റെറിലൈസ് ചെയ്യും. സ്റ്റെറിലൈസ് ചെയ്തിട്ട് നമ്മുടെ പ്രിക്കോഷന് വേണ്ടി നമ്മൾ ബയോസേഫ്റ്റി ക്യാബിനറ്റ് വെച്ചാണ് ആ സ്പെസിമെനുമായിട്ട് മിക്സ് ചെയ്യുന്നത്. ഈ ബയോസേഫ്റ്റി ക്യാബിനറ്റ് വെച്ച് കഴിയുമ്പോൾ നമ്മൾ ഇൻക്യുബേറ്ററായിട്ട് മാറ്റും. ഇവിടെയാണ് ഇതിന് വളരാനുള്ള കണ്ടീഷൻ നമ്മൾ ഒരുക്കിക്കൊള്ളുന്നത്. അപ്പോൾ 37 ഡിഗ്രി സെൽഷ്യസും ഒപ്റ്റിമം pH. ഇത്ര ദിവസം പറയാം നിങ്ങളല്ലേ? 12 മുതൽ 24 മണിക്കൂർ വരെ വെക്കണം. പിന്നെ കുറച്ച് ദിവസം വരെ വെക്കാം. വെക്കുമ്പോൾ ഒപ്റ്റിമം കണ്ടീഷൻ, കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു കണ്ടീഷൻ കൊടുക്കുമ്പോൾ അത് വളരും. അപ്പോൾ അതിൻ്റെ റിസൾട്ടാണ് കാണുന്നത്. അത് ഇതൊരു സിംഗിൾ കോളനി ബാക്ടീരിയ ഈ കാണുന്നത്. ഇത് പല കോളനികളാണ്. ഇവിടെ ഒരുപാട് ലക്ഷക്കണക്കിന് മില്യൺ കണക്കിന് ബാക്ടീരിയസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് ഇത്തിരി എടുത്ത് ഈ ബയോകെമിക്കൽ ടെസ്റ്റ് റിയാക്ഷൻസ് നടത്തി നോക്കുമ്പോൾ നമുക്ക് ടെസ്റ്റ് കിട്ടും. പിന്നെ നമുക്ക് വ്യക്തമായിട്ട് കാണണമെങ്കിൽ ഇതെടുക്കും, മൈക്രോസ്കോപ്പിൽ വെക്കുമ്പോൾ അതിൻ്റെ സ്ട്രക്ചർ നമുക്കറിയാം. നമുക്ക് ഏത് ബാക്ടീരിയ ആണെന്ന് മനസ്സിലാവും. നമുക്ക് അസുഖം നിർണ്ണയിക്കാൻ പറ്റും. ഇനി ഇതാണ്
ഹോസ്പിറ്റൽ സ്റ്റെറിലൈസ് സർജറി മറ്റു കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത്. എന്തോ ഇത് ഓട്ടോക്ലേവ്. ഇവിടെ നമ്മൾ വെള്ളം ഉപയോഗിക്കും, സ്റ്റീം ആവി കടത്തിയാണ് സ്റ്റെറിലൈസ് ചെയ്യുന്നത്. അപ്പോൾ ചില കാര്യങ്ങൾക്ക് ആവി കടത്താനുണ്ട്, ഈ പൗഡർ പോലത്തെ അങ്ങനെയുള്ളത്. അപ്പോൾ അതിന് നമ്മൾ ഹോട്ട് എയർ ഓവൻ ഉപയോഗിക്കും. ഇവിടെ ചൂട് മാത്രമേ ഉള്ളൂ, ആവി മോയ്സ്ചറില്ല. ഗൺ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക, പക്ഷെ അറിയാതെ അയാളുടെ ഗൺ ഫയറായി. അങ്ങനെ ഫയറായപ്പോൾ അയാളുടെ മോളുടെ ശരീരത്തിൽ കൊണ്ടു. പക്ഷേ ആ ഗണ്ണിന് ലൈസൻസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അയാൾക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പേടിയായിരുന്നു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഉറപ്പായിട്ട് പോലീസുകാരെ പിടിച്ച് അകത്തിടുന്നു മനസ്സിലായി. അപ്പം അയാൾ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ സ്വന്തം മോളായിട്ട് പോലും ചിലപ്പോൾ ആ മാനസികാവസ്ഥയിലായിരിക്കും. അയാളാണെങ്കിൽ മോളെ കിണറ്റിലേക്ക് തള്ളിയിട്ടുണ്ട്. പിന്നെ അങ്ങോട്ട് പോയിട്ടേ ഇല്ല. കുറേ മാസങ്ങൾക്ക് ശേഷം നാട്ടുകാർ വന്നിട്ട് ഈ കിണറൊന്ന് ശുദ്ധീകരിക്കണം എന്ന് പറഞ്ഞപ്പം ഇയാൾ പിന്നെ തിരിച്ചു വന്ന് എല്ലെല്ലാം എടുത്ത് മാറ്റി. പക്ഷെ ഒരു ബോൺ മാത്രം, ഈ ഒരു എല്ല് മാത്രം അയാൾക്ക് മിസ്സായിപ്പോയി. പക്ഷെ അപ്പം നാട്ടുകാർ വന്നപ്പോൾ ഈ എല്ല് കണ്ടുപിടിച്ചു. ആ സമയത്ത് ഒരു ഫോറൻസിക് സർജൻ ആയിരുന്നു, സിഡ്നി സ്മിത്ത് എന്ന് പറഞ്ഞ ആൾ, അയാൾക്ക് കൊടുത്തു. അപ്പോൾ ആ ഒരൊറ്റ എല്ല് കൊണ്ട് അയാൾ കണ്ടുപിടിച്ച കാര്യങ്ങൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് ഇത് പെണ്ണിൻ്റെ എല്ലാം കണ്ടുപിടിച്ചു. പെണ്ണിൻ്റെ വയസ്സ് 22-24 ഇടയ്ക്കാണ്. ഒരു പ്രസവം കഴിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അതോടൊപ്പം ഇത് കാലിൽ മുടന്തുള്ള ഒരാൾ, ഏത് ഭാഷത്താണ് വെടിയേറ്റത്, എവിടെയാണ് വെടിയേറ്റത്, അതേപോലെ വെടിയേറ്റ് കഴിഞ്ഞാൽ എത്ര നാൾ കഴിഞ്ഞിട്ടാണ് മരിച്ചതെന്ന് വരെ. ഇത് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് മരിച്ചത്. അപ്പം അതുവരെ ഒരു ബോൺ വെച്ചിട്ടാണ് കണ്ടുപിടിച്ചത്. അപ്പം 1920 കാലഘട്ടങ്ങളിലായതുകൊണ്ട് ആരും വിശ്വസിച്ചില്ല ഇയാളെ. പിന്നെ പോലീസ് അന്വേഷിച്ച് കണ്ടുപിടിച്ചപ്പോൾ ഇയാൾ ഇത് സെയിം വണ്ടിയായിരുന്നു. സെയിം വണ്ടിയില്ല. പത്രത്തിലാണോ?